ഹൾക്കിന്റെ ട്രക്ക് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന്. ഇന്ന് ഞാൻ ആ ട്രക്ക് അടിച്ചു മാറ്റും. ഈ പോലീസ് സ്റ്റേഷനിലെ ട്രക്കിൽ അയ്യോ ഞാൻ ഒരു പൈപ്പിന്റെ വെള്ളം പൊട്ടിച്ച് അതാ വെള്ളം ലീക്കാവുന്നു. പോലീസ് പിടിക്കാൻ വരുമോ? ഇല്ല. ഇപ്പൊ ഞാൻ ഈ ട്രക്ക് അടിച്ചു മാറ്റാൻ പോവാ. ഈ ട്രക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഹൾക്കിന്റെ ട്രക്കാണ്. ഇതിൽ ഭയങ്കര പവർഫുൾ ആയ എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നാ പറഞ്ഞത്. ഇത് ഈ ടെറസിന്റെ മുകളിലല്ല. എനിക്കിപ്പോ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ഈ ട്രക്ക് ഞാൻ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. ഇവിടെ മൊത്തം പോലീസ് കാർസ് ആണല്ലോ. എങ്ങനെയെങ്കിലും ഉള്ളിലോട്ട് കയറാം. എനിക്ക് ടെറസിലോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടുപിടിക്കും. ഓ നോ, അവിടെ ഫുൾ പോലീസ് ഓഫീസേഴ്സ് ഉള്ളില്. എനിക്ക് തോന്നിയില്ല എനിക്ക് ഈ വഴിയിലെ കയറാൻ പറ്റുമെന്ന്. വേറെ ഏതെങ്കിലും വഴി എടുക്കണം. കാരണം ഇവിടെ മൊത്തം പോലീസ് ഓഫീസേഴ്സാണ്. എനിക്ക് തോന്നുന്നു സൈഡിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇവിടെ. ആ സ്റ്റെപ്പ് വഴി കയറിയാൽ പോലെ. സൈഡിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വഴി നേരം മുകളിലോട്ട്. ഓ ഇവിടെ ഓഫീസേഴ്സാ. ബട്ട് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ആ ഡോർ വഴി കയറാൻ ഓടണ്ട മല്ല കിടക്കാം. അവർക്ക് ഡൗട്ടായാ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഡോർ വഴി കയറാൻ നോക്കാം. ഓ ബോയ്, അടി ഈ ഡോർ ക്ലോസ്ഡ് ആടാ. ഇപ്പുറത്തെ ഡോറോ വെയിറ്റ്, ഇതും ക്ലോസ്ഡാ. വെയിറ്റ്, ആ രണ്ടാമത്തെ ഫ്ലോർ കണ്ട. എനിക്കൊന്ന് ആ ഫ്ലോർ വഴി കയറാന്ന്. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാം. വെയിറ്റ്, ഈ ഓഫീസർ ഫോൺ നോക്കിയിരിക്കുന്നവർ കണ്ടില്ല. ഭാഗ്യം. ഇതെന്താ ഇവിടെ ഗരാജ്? ഓ തുറക്കുന്നുണ്ട്. അടി ഈ വഴി കയറാന്ന് തോന്നേ. വെയിറ്റ്, ഇതൊരു ഡോർ. ഇവിടെ വേറെ ഡോറൊന്നും ഇല്ല. ഈ ഡോർ വഴി കയറാൻ പറ്റും. അപ്പൊ തുറക്ക്. എടാ ഇതും അടച്ചിട്ടേക്കാടാ. ഇതും തുറക്കാൻ പറ്റില്ല. തുറക്ക്. എടാ എന്തേലും ഒരു ഏണിയോ സ്റ്റെപ്പോ എന്തെങ്കിലും ഉണ്ടാവും ടെറസിലോട്ട് ഈ സൈഡിൽ. അതുവഴി വല്ലതും കയറാം. എന്തെങ്കിലും ഉണ്ടാവാതിരിക്കൂലേ? നോർമലി ഇവിടെ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടാവും മുകളിലോട്ട് കയറാൻ എല്ലാ ബിൽഡിങ്ങിലും. ഓക്കെ, എടി ഇതുവഴി മുകളിലോട്ട് പിടിച്ച് കയറാം. ഓ അത് തന്നെ. എനിക്ക് ഇതിന്റെ മുകളിൽ കയറി എങ്ങനെയെങ്കിലും ആ ട്രക്ക് എടുക്കാൻ പറ്റുമോ? ആ ട്രക്ക് എനിക്ക് എങ്ങനെ എടുത്താൽ മതി. ഇവിടെ ആരുമില്ലല്ലോ. ആരുമില്ല. ഈ ഡോർ വഴി തന്നെ കയറാം. ഈ ഡോർ വഴി കയറാം. അയ്യോ എടി ഇതെന്താ ഇതും അടച്ചിട്ടേക്കുന്ന? എല്ലാ ഡോറും ഇവിടെ അടച്ചിട്ടേക്കാണ്. എനിക്ക് ഒരു ഡോറും തുറക്കാൻ പറ്റുന്നില്ല. വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ മുകളിലോട്ട് കയറാൻ വേണ്ടിട്ട്. ഇവിടെ എന്തോ ഒരു ഗേറ്റ് ആണുള്ളത്. സ്റ്റെപ്പ് ഒന്നും കാണുന്ന പോലും ഇല്ല കയറാൻ വേണ്ടിട്ട്. ഇവിടെ ഇതെന്തോ കോഡൊക്കെ അടിക്കണല്ലോ. ഇവിടെ എന്താ കോഡ് അടിക്കണോ? എനിക്ക് കോഡൊന്നും അറിയില്ല. പക്ഷെ ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഇതുവഴിയും കയറാൻ പറ്റുന്നില്ല. ടെറസിന്റെ മുകളിൽ എങ്ങനെയും കയറിയാൽ മതി. ആ ഫ്രണ്ടിലെ കയറിയ പോലീസ് പിടിക്കും. അതുകൊണ്ട് അതിലേ കയറാൻ പറ്റൂല. ഈ ഗേറ്റ് വഴി ഒന്നും കയറാൻ പറ്റില്ല. എന്താ ഇപ്പൊ വഴി കയറാൻ? യെസ്, എനിക്ക് ഐഡിയ കിട്ടി. ഞാനിപ്പോ മുകളിലോട്ട് കയറാൻ ഒരു പറക്കുന്ന സാധനം കിട്ടിയാൽ പോലെ എനിക്ക് മുകളിലോട്ട് സുഖമായിട്ട് കയറാം. എന്തേലും ഒരു പറക്കുന്ന സാധനം. ആൻഡ് ഈ ഗ്രീൻ ഗാങ്ങിന്റെ ബിൽഡിംഗ് ഇതിന്റെ അടുത്താ. അവിടെ ഒരു അടിപൊളി പറക്കുന്ന ഒരു ഫ്ലൈറ്റാ, ഹെലികോപ്റ്റർ എന്തോ ഒരു സാധനം ഉണ്ട്. പറക്കുന്നതാണ്. അതെടുക്കാം. പോയിട്ട് അതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ഇതിനെ മുകളിൽ കയറാൻ പറ്റും. ഹൾക്കിന്റെ ട്രക്ക് എടുക്കാനും പറ്റും. സോ അതെടുക്കാൻ വേണ്ടിട്ട് നേരെ പോവാ ഗ്രീൻ ഗാങ്ങിന്റെ ബിൽഡിങ്ങിന് അങ്ങോട്ട്. എടാ അവരുടെ ബിൽഡിംഗ് ഇവിടുന്ന് അടുത്ത ലെഫ്റ്റ് സൈഡിലാന്ന് തോന്നുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലാ. അവിടെ തന്നെ ആ ലെഫ്റ്റ് സൈഡിൽ. സോ അവിടെ പോയിട്ട് ആ ട്രക്ക് എടുക്കാം. ലെറ്റ്സ് ഗോ. A few moments later. ഇതാണ് ഗ്രീൻ ഗാങ്ങിന്റെ ബിൽഡിങ്. ആൻഡ് ഇവിടുന്ന് എനിക്ക് എങ്ങനെയും പറക്കുന്ന ഫ്ലൈറ്റാ, ഹെലികോപ്റ്റർ എന്താന്ന് വെച്ചാൽ എടുക്കണം. ഇവിടെ ഒരുത്തൻ അവൻ ഇടിച്ചല്ല. ഓ മാൻ, വേറൊരു അവൻ കണ്ടില്ല. എന്റെ ഭാഗ്യം. വെയിറ്റ്, ഇവനെണീച്ചു. സ്നൈപ്പർ വെച്ചൊക്കെ അപ്പൊ അവന് മനസ്സിലാവില്ല. വേ അവൻ ചത്ത്. വെയിറ്റ്, ഇവൻ ആ സൗണ്ട് കേട്ടില്ല. ഇവനെ കുത്തും. രണ്ടുപേർ ചത്തു. താവില്ല. ഓക്കെ സേഫ്. എനിക്ക് വെയിറ്റ്, ഇവനെന്താ ഇവിടെ ഉറങ്ങുന്ന? നീ എന്താ ഉറങ്ങുന്ന? ഓ നോ എന്താ പറ്റിയേ? ഓ ഇപ്പൊ ഞാൻ എന്തേലും ആയനെ. ഞാൻ വിചാരിച്ചു PC അടിച്ചു. നോക്കാം. മുകളിലോട്ട് കയറാം. ഇവന്റെ ഹെഡിനെട്ട് വെക്കാം. എനിക്ക് എങ്ങനെയും മേളിൽ കയറിയിട്ട് ആ ഫ്ലൈറ്റ് എടുക്കണം. എനിക്ക് ആ ഫ്ലൈറ്റ് എടുക്കണം. ഗണ്ണ് മാറ്റേണ്ടി വരും. കത്തി വയ്ക്കുക. കാരണം സൗണ്ട് വെക്കും. ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത സൗണ്ട് വെക്കും. വെയിറ്റ്, ഇവനെന്താ ഇവിടെ നിൽക്കുന്നേ? ഇവൻ പേടിയില്ലേ? താഴെ വീയൂലേ? തട്ടിയിടാ. പേടിയില്ല. അവൻ എനിക്ക് എന്താ അതാക്കാൻ പറ്റാത്ത വെയിറ്റ്. ഗണ്ണ് വെച്ച് കാലിനിട്ട് ഷൂട്ട് ചെയ്യാ. ഇവൻ താഴോട്ട് കാലിനിട്ട് ഷൂട്ട് ചെയ്ത താഴെ. അവൻ താഴോട്ട് വീണടാ. അത്ര നില കെട്ടിടത്തിന് മുകളിൽ അവൻ ചത്തു. വെയിറ്റ്, ഇവനും അങ്ങനെ തന്നെ നിൽക്കുന്ന. എടി ഇവർക്കൊന്നും ഹൈറ്റ് പേടിയില്ലേ? വെയിറ്റ്, കാലിൽ വെക്കാം. പോയി. എടി ഇവൻ 5 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാ വീണ. അവൻ ചത്തു. വെയിറ്റ്, എല്ലാരും കൊന്നു തോന്നി. ഇനി മേളിക്കറി ആ ഫ്ലൈറ്റ്. ബ്രോ എടി ഇത്രയും ആൾക്കാർ ഇവിടെ മുകളിലുണ്ടായിരുന്ന. എല്ലാരും കൊല്ല. ഇവരുടെ ഗണ്ണും ഉണ്ട്. എന്റെ ലൈഫും പോവും. ഓക്കെ, അവനെ കൊന്നു. രണ്ടുപേര് ഷൂട്ട് ചെയ്യല്ലേ. വെയിറ്റ്, ഓക്കെ. എടാ എനിക്ക് ഇവനെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യണം. എനിക്ക് ഇവനെ ഇത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യണം. എന്തായാലും ഒരു ഹാമർ വെച്ച് തലക്കടിക്കണം. ഓക്കെ. അവന്റെ റീലോഡ് ആവുക. തലക്ക് ഓക്കെ. ചത്തു. ഇവന്താ ചാവാത്തെ? ചത്തു. ഓക്കെ, ഇതാണ് ഫ്ലൈറ്റ്. എനിക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ ഹൾക്കിന്റെ സുഖമായിട്ട് അടിച്ചു പറ്റാ. ഹൾക്കിന്റെ ആ മറ്റേ ട്രക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും. സുഖമായിട്ട്. സോ ഇത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പറന്ന് പോയിട്ട് ഇവിടെ ഇറങ്ങിയാൽ മതി. നേരെ പറക്കാം. ലെറ്റ്സ് ഗോ. ഇതെങ്ങനെ ഫ്രണ്ടിലോട്ട് പോവാ? ഓ നൈസ്. വെയിറ്റ്, ഇതിന്റെ സൈഡിൽ എന്താ? സ്റ്റിക്കി ബോംബാ. ഇതിന്റെ സൈഡിൽ സ്റ്റിക്കി ബോംബ് ഉണ്ട്. വെയിറ്റ്, ഇവരാരെ കൺട്രോൾ ചെയ്യുന്ന ഈ സാധനം?
ഞാൻ ചത്തു. A few moments later. ഞാൻ 2 മണിക്കൂർ ഹോസ്പിറ്റലിലായിരുന്നത്, മെഡിക്കൽ സെന്ററിൽ. ആ ഹൾക്കിന്റെ ട്രക്ക് അവിടുന്ന് പോയിട്ടുണ്ടാവും. ഞാനിനി എങ്ങനെ പോകും? എടാ അതെന്താ ഹോസ്പിറ്റലത്തെ എമർജൻസി ഹെലികോപ്റ്റർ. എടാ എന്റെ ഭാഗ്യമാണ്. എനിക്ക് ഇതെടുത്തോണ്ട് വേഗം അവിടെ പോവാ. പറക്കുന്ന സാധനവും കിട്ടി. എന്നാലും ആ ഗ്രീൻ ഗ്യാങ്ങിന്റെ ഫ്ലൈറ്റിൽ അവരൊരു സ്റ്റിക്കി ബോംബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പൊട്ടിക്കാൻ. അവരത് പൊട്ടിച്ചതാണ് ഞാൻ ചത്തത്. എനിക്കിപ്പോ നേരെ പോകണം. ഇവിടെ ഒരാൾ ഇത് സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു. ഹേ ഡേ, തനിക്ക് പൈസ തരത്താൻ ഈ ഹെലികോപ്റ്റർ ഒന്ന് തരൂ, എമർജൻസി ഹെലികോപ്റ്റർ. പൈലറ്റാണ് ഇയാൾ, പക്ഷെ ഇയാൾ തരുന്നില്ലല്ലോ. അത് തന്നാ എടാ ഇയാളെ കൊല്ലാ, അല്ലാതെ വേറെ വഴിയില്ല. സോ നൈസായിട്ട് ഇയാളെ കൊല്ലാം. ആളെ കൊന്നു. ഹെലികോപ്റ്റർ എന്നെ പിടിക്കാൻ ചെറുതായിട്ട് പോലീസ് വരുന്നുണ്ട്, പക്ഷെ സീനില്ല. നമ്മൾ നേരെ പോകുന്ന ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഹൾക്കിന്റെ ഇതെടുക്കാനാ, ട്രക്ക് എടുക്കാനാ. ഫ്രണ്ടോട്ടോ എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അത്യാവശ്യം അറിയാം, അതുകൊണ്ട് സീനില്ല. അയ്യോ എനിക്ക് അറിയായിരുന്നു. ഇതെന്താ ഫ്ലിപ്പ് അടിക്കുന്നോ? ഹെലികോപ്റ്റർ ഇടയ്ക്ക് എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പൊ പോലീസ് എത്തും. ഇത് പറത്തി പോണോ ഇപ്പൊ? പറക്ക്. ഇവിടെ ആരും മരം കൊണ്ടെന്ന് കേട്ടെ. എടി ഇതെന്താ ഗ്ലാസ്സാ? പോയി ഇതെന്താ മറിഞ്ഞു വെക്കുന്ന? ഞാൻ ഈ ഹെലികോപ്റ്റർ വെച്ച് ഫ്ലിപ്പ് ഒക്കെ അടിക്കുന്നു. ഹെലികോപ്റ്റർ ഒന്ന് സ്ട്രൈറ്റ് ആക്കട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. ടാസ്ക് സിമ്പിൾ. എനിക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയാം. സീനില്ല. ശരിക്കോ ഞാൻ ഓടിച്ചു. ഓക്കെ, ഇതെടുത്തോണ്ട് നേരെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. ലെറ്റ്സ് ഗോ. A few moments later. ഞാൻ അങ്ങനെ ഓടിച്ചിട്ട് ഇത് പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തി. അതാ ഹൾക്കിന്റെ ടാഗ്. ഓനോ കൺട്രോൾ എടുത്തില്ല, ഹെലികോപ്റ്റർ കൺട്രോൾ എടുത്തില്ല. മുകളിലോട്ടോ ചാടി പൊട്ടിത്തെറിക്കും പോയി. എടാ ഞാൻ എന്തോ ഭാഗ്യത്തിന് ചത്തില്ല. ആ ഹെലികോപ്റ്റർ അവിടെ പൊട്ടി. എടി ഇങ്ങനെ കയറുക, എന്നെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ട്. ഓരോ ഷൂട്ടേ ആരെല്ലാം ഷൂട്ടേ. ആരല്ല എടാ ആരെ കാണുന്നില്ല. എന്നെ പോലീസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് എല്ലാവരും കൊള്ളണം. ചാവ്. എന്തായാലും ഉള്ളിലേക്ക് കൂടി കറങ്ങി വേറെ വയ്യില്ല. ഇമാരനെ ഷൂട്ട് ചെയ്യാൻ വരാം. ഉള്ളിലേക്ക് കൂടി ഇവിടെ ഒരാള് എല്ലാരും കൊന്നു. ഉള്ളോട്ട് എങ്ങനെയും ടെറസിലോട്ട് സ്റ്റെപ്പ്. ഇതൊന്നും തുറക്കാൻ പറ്റാത്ത. എടി ഇതുവഴിയല്ലേ മുകളിലോട്ട് കയറുക. ഇത് ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടാ? ഡേ തുറക്കടേ. അല്ല ഇതെന്തോ ലോക്കർ. അപ്പൊ ഈ വഴിയല്ല പോവാ, ഈ വഴിയല്ല മുകളിലോട്ട് കയറണ്ടേ. ഓക്കെ ഈ വഴിയാ. നേരെ മുകളിലോട്ട് കയറാം. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഹൾക്കിന്റെ ഇതെടുക്കണം, ട്രക്ക് എടുക്കണം. മുകളിലോട്ട് ഹെലികോപ്റ്റർ ട്രക്ക് എടുക്കാം. ഹെലികോപ്റ്റർ പോയി നൈസായിട്ട്. ഹെലികോപ്റ്റർ എടുത്തോണ്ടൊക്കെ വന്നാ പക്ഷെ ചീറ്റി പോയി. ഞാൻ കുറെ സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ആരും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, മാപ്പിൽ ചുറ്റും ആൾക്കാരുണ്ട്. നമ്മൾ പിടിക്കാൻ 3 സ്റ്റാർ പോലീസും വരുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയാണ്ട മേളിൽ കയറിയിട്ട് ഇപ്പൊ ട്രക്ക് എടുക്കണം. എങ്ങനെയെങ്കിലും ആ ട്രക്ക് എടുക്കണം. ഇവിടെ ഹൾക്ക് ഉണ്ടാവോ? അവിടെ മല്ല നോക്കാം ഹൾക്കുണ്ടോന്ന്. ഞാൻ മുള്ളോട്ട് കയറുക. ഹൾക്കിനെ കണ്ട കൊല്ലണം. ഇതൊരു ഓഫീസർ ഇവിടെ. ചാവ്. ഓക്കെ, ഒരാളെ കൊന്നു. ഇതെന്താ ഇവിടെ ഒച്ചേക്കത്? എടാ ഹൾക്ക്. ഓ നോ, ഹൾക്ക്. ഹൾക്കിനെ ഒരു ഷൂട്ട് കൊടുത്തു. ഗണ്ണു ചെയ്തോട്ടെ. ഹൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. എടേ ഇതാണ് ട്രക്ക്. ഞാൻ ഇതിനു വേണ്ടി ഇവിടുത്തോളം വന്ന, പക്ഷെ എന്നെ ഹൾക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എനിക്കറിയില്ല. ഹൾക്കിനെ ഷൂട്ട് ചെയ്തിട്ട് ചാവുന്നില്ല. എനിക്ക് എങ്ങനെയാണ് ഹൾക്കിനെ കൊല്ലണം. ചാവ്. ഹൾക്കിന് അത്ര ബുള്ളറ്റ് വെച്ചടി വണ്ടി എടുത്തിട്ട് പോയാലോ. പക്ഷെ ഹൾക്ക് എന്നെ കൊല്ലൂലേ. എങ്ങനെ ഇപ്പൊ ഹൾക്കിനെ കൊല്ല? താഴെ ഹൾക്കിനെ നമുക്ക് ട്രിക്ക് ഇട്ടിട്ട് താഴെടാ. ഞാൻ ഇവിടെ സൈഡിൽ പോയിട്ട് കേൾക്കാം. അപ്പൊ ഹൾക്ക് ഓടി വരുമ്പോ ഞാൻ മാറും. അപ്പൊ ഹൾക്ക് താഴെ വീഴും. ഹൾക്കിന് ബുദ്ധി ഉണ്ട്. ആ സമയത്ത് നിന്ന് ബാഗിലോട്ടോ. ചത്താ ഹൾക്ക് ചത്തു. എന്തോ പെട്ടെന്നായി ഹൾക്ക് പെട്ടെന്ന് ചത്തു. ഓക്കെ, ഹൾക്ക് ചത്തു. എനിക്ക് ഇനി നൈസായിട്ട് ട്രക്ക് എടുത്തിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയാൽ മതി. നമ്മളെ പിടിക്കാൻ 3 സ്റ്റാർ പോലീസ് വരുന്നുണ്ട്. പക്ഷെ ആ വിഷയമല്ല, എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയ സുഖമായിട്ട് രക്ഷപ്പെടാ ഈ ട്രക്ക് എടുത്തോണ്ട്. ഇതിന്റെ മാജിക്കൽ പവർ ഞാൻ കാണിച്ചതാ. പക്ഷെ ഇത് പുറത്തിറക്കുന്ന ഒരു ടാസ്ക് ആണ്. ഇതെങ്ങനെ ഇപ്പൊ പുറത്തിറക്കുക? ഇത് ബുള്ളറ്റ് പ്രൂഫ് തന്നെ പറയാം. കാരണം ഈ വണ്ടിയുടെ കവറിങ് നോക്ക്. ഇതിനെ പുറത്തിറക്കുക. ഓക്കെ, ബാഗിലോട്ട് വന്നിട്ട് എങ്ങോട്ട് വീഴാൻ പോകുന്നത്? റോട്ടിലോട്ട് പെർഫെക്റ്റ് ആയിട്ട് എസ്കേപ്പ്. പക്ഷെ ഇത് ഇപ്പൊ എന്നെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ട്. ഞാൻ എങ്ങോട്ടേലും സേഫ് ആയിട്ട് ഒരു ഏരിയയിലോട്ട് വേണം. ഇവിടുന്ന് മാറാം. വേറൊരു ഏരിയ നോക്കട്ടെ. സേഫ് ആയിട്ടുള്ള ഏരിയയിലോട്ട് ഞാൻ എന്തായാലും പോട്ടെ. ഓക്കെ, വീട്ടിലേക്ക് പോവാ. അവിടെ ആവുമ്പോ വീട്ടിലേക്ക് പോലീസിനാണ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക്. അവിടുന്ന് ഈ സൂപ്പർ പവർ കാണിക്കാം ഈ ട്രക്കിന്റെ. A few moments later. എടാ ഞാൻ അങ്ങനെ ഈ ട്രക്ക് സക്സസ്ഫുള്ളി എസ്കേപ്പ് ചെയ്ത് ഇവിടെ എത്തി. വീടിന്റെ ഇവിടെ എത്തി. വെയിറ്റ് ചെയ്ത് ഒരു സേഫ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാ. ഈ കാണുന്ന ബ്രിഡ്ജിന്റെ അടിയില. ഇനി പോലീസ് വന്നാലും സീനില്ല, നമ്മളെ പിടിക്കുകയില്ല. സോ ഞാൻ ഇത് ഇവിടെ നൈസായിട്ട് ഇവിടെ എടുത്ത് ആൻഡ് ഇതിന്റെ പവർ കാണിച്ചരാ. ലുക്ക് ആറ്റ് ദിസ്. ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് തീ മാറും.
തീ പറയും. എന്റെ വണ്ടിക്കൊന്നും പറ്റില്ല ഈ തീ കൊണ്ട, കാരണം ഇത് അത്രയ്ക്ക് കവറിങ് ചെയ്തത്. ഈ ടാങ്ക് മൊത്തം ഫയറാ. ലൈക്ക് ഈ ഫയർ തീരെയില്ല, അത്രയ്ക്കുണ്ട്. ആൻഡ് ഈ പുല്ലൊക്കെ തീ കത്തും. ആരെയും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്ന ഇനി തീയിടാ. ആൻഡ് ഇത് മാത്രല്ല, ഇനി ഇതിന്റെ സൂപ്പർ പവർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ സൂപ്പർ പവർ. ലൈക്ക് നമ്മളെ ആരെങ്കിലും പിടിക്കാൻ വരുന്നുണ്ടെന്ന് വിചാരിക്കും, നമ്മൾ ഈ സ്മോക്ക് ഓട്ടോമാറ്റിക് വണ്ടി തന്നെ ചെക്ക് ചെയ്യും, നമ്മളെ ഹൈഡ് ചെയ്യും. ഏതാ ഹൾക്കിന്റെ വണ്ടി? ഹൾക്ക് ഒരുമാതിരി സ്റ്റീലിങ്ങിന് വേണ്ടി പ്രൊഫഷണൽ ആയിട്ട് ബിൽഡ് ചെയ്തൊരു വണ്ടി പോലെയുണ്ട്. ലൈക്ക് ഈ വണ്ടി ഇപ്പൊ സ്മോക്കിലാ പോകുന്നത്. ഏതെങ്കിലും ഓഫീസേഴ്സ് നമ്മൾ പിടിക്കാൻ വന്ന ഈ സ്മോക്കിങ്ങിന് ഉപയോഗിച്ചാൽ അത് കാണുപോലും ഇല്ല. ഇത് റോഡ് മൊത്തം സ്മോക്ക്. പിന്നെ ദൂരെ അടിച്ചരാ. വണ്ടി കാണാൻ പോലും ഇല്ല ദൂരെ നിന്നും. സോ ഇതാണ് ഇതിന്റെ സൂപ്പർ പവർ. ഇതിന്റെ സൂപ്പർ പവർ ഇഷ്ടം എന്തായാലും വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൾക്കിന്റെ ട്രക്ക് അടിച്ച് മാറ്റി ആൻഡ് ഇതിന്റെ സൂപ്പർ പവർ ആൻഡ് നെറ്റി. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ലൈക്ക് അടിച്ചേക്കും. സോ ഇന്നത്തേക്ക് ബൈ.